ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? ഇന്ന് നെയ്യപ്പം ചുടണ്ടേ തീരുമാനിച്ചിട്ട് ഞാൻ ഏതായാലും ചുട്ട വീഡിയോ ആയിട്ട് വന്നതാ. എന്താ താത്ത അത് ചുട്ട വീഡിയോ ആണ്? നെയ്യപ്പം പൊരിച്ചെടുക്കലല്ലോ എല്ലാവരും, നിങ്ങൾ ഇത് അടുപ്പിലിട്ട് ചുടലാണോ? എന്തൊരു വർത്താനം നിങ്ങൾ പറയണേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിവിടെ അടുപ്പിലിട്ട് ചുട്ടെടുത്തൊന്നുമല്ല, അത് ചട്ടിയിലിട്ട് പൊരിച്ചെടുത്ത ഈ നെയ്യപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചട്ടിയിലിട്ടാൽ പൊരിച്ചാൽ മനസ്സിലാവില്ല. അടുപ്പിലിട്ട് ചുട്ട നെയ്യപ്പം ഇങ്ങനെയാണോ? കരിക്കട്ടല്ലേ കറി? എന്താ നിങ്ങൾ പറയണേ? നമ്മൾ ഏതായാലും ചട്ടി എടുത്ത് വന്നിക്കണേ. ചട്ടിക്ക് നമ്മൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? നെയ്യപ്പത്തിന് വേണ്ട ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ലാന്ന്. ഞാൻ 4 ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാനൊക്കെ അരി ഒരു സുമാർ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം ശർക്കര കണ്ടാലും അരി കണ്ടാലും പാകത്തിന് ഇടാൻ നമുക്ക് അറിയണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് അറിയണം. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ആര് പഠിപ്പിച്ചും? ഇതൊന്നും സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഉപകാരമായിരുന്നു. ഇതിപ്പോൾ സ്കൂളിൽ ഇത് പഠിപ്പിച്ചില്ല എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇത് എടുക്കും വേണം. സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് എന്തായാലും വേണ്ടില്ല ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. മിക്സിൻ്റെ ജാറ് കിട്ടെടുക്കുന്ന വെള്ളത്തിലിട്ട് പൊതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള പച്ചരിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം, നിൽക്കി വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ അരി ഒന്ന് ആദ്യം വാരി വിതറട്ടെ. കണ്ടോ, നമ്മളെല്ലാ അരിയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണില്ല പച്ചരി എന്ന് പറഞ്ഞ അരിയാണെന്ന്. പച്ചരിയോ? എന്താ തത്തങ്ങൾ പറയുന്നത്? ഇത് വെള്ള അരിയല്ലേ? എന്നാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ റേഷൻ കടിയിൽ നിന്നല്ല ഏത് കടിയിൽ നിന്നും പച്ചരി എന്ന് വാങ്ങിയാൽ പറഞ്ഞാൽ നമുക്ക് വെള്ള അരിയാണ് കിട്ടുക. ആ അരിയാണ് ഈ കാണുന്നത്. ഇനി പച്ചരി വെച്ചുകൊണ്ട് പച്ചരി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. വെളുത്ത അരിയാണ് കേട്ടോ അത്. പിന്നെ ഇട്ട് കൊടുക്കണതിന് മുകളിൽ കറുകപ്പെട്ട, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം നല്ല ജീരകം, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഏലക്കായ. എന്ത് വർത്താനാ താത്ത നിങ്ങൾ പറയണേ? ഇതൊക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇതിൻ്റെ മോൾക്ക് എന്താ ഇപ്പം നിങ്ങൾ ഇടണമെന്ന് ഇപ്പം ഞങ്ങൾക്ക് കണ്ണുണ്ടൂടെ? നിങ്ങൾ പറയണേട്ട കരുതും ഞങ്ങൾക്ക് കണ്ണ് കാണാത്ത മാതിരിയൊക്കെ നിങ്ങൾ സംസാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ജീരകത്തിന് പകരം പെരുംജീരകം ആരെങ്കിലും ഇട്ടുപോയാൽ അത് കറിയായി മാറില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാൻ പറയണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാരെങ്കിലും ഉറക്കം തൂങ്ങിയിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങളെ ഉറക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രൂപത്തിൽ പറഞ്ഞാലേ നിങ്ങൾ ഉറക്ക് തെളിയുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ വന്നിരിക്കുന്നത്. ശർക്കര പാനീയം ഉരുക്കിയെടുക്കണം, നന്നായിട്ട് ഉരുക്കിയെടുക്കണം. എന്താ താത്ത നിങ്ങൾ പറയണേ? ഞങ്ങളിപ്പോൾ ആവേശത്തോടു കൂടി കാണുമ്പോൾ ഉറങ്ങിയാണ്ട് ഈ കാര്യങ്ങളെ വീഡിയോ ഒക്കെ കാണാം. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ താത്ത? പറയാൻ പറ്റില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാനൊക്കെ ഫോൺ എടുത്താൽ ഉറങ്ങുകയാണ് ചെയ്യൽ. ചില വീഡിയോ ഒക്കെ കണ്ടാൽ പ്രത്യേകിച്ച് ഉറങ്ങും. അതാ പടച്ചോനെ, ഇതെന്താണ്? അലുവക്കണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഇഞ്ചിക്കണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവിടെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. ഇനി ഇതിനോരോ കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നല്ലൊരു നെയ്യപ്പ നമ്മൾ ഉണ്ടാക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകും, തീർച്ചയായിട്ടും ഉപകാരമാകും. ഉപദ്രവം ഏതിയാലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകൂല. ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മട്ടം പോലെ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മളിവിടെ ശർക്കര പാനീയം ചൂടാറിയതിന് ശേഷം ഉരുക്കിയാണ്ട് പാരാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മിക്സി ആകെ കത്തിക്കരിഞ്ഞ് കരിക്കട്ടാവും. നമുക്ക് പിന്നെ ഇന്ന് മാത്രം നെയ്യപ്പം ഉണ്ടാക്കിയാൽ മതിയോ? ഇനി എത്രങ്ങാനും നെയ്യപ്പം നമുക്ക് ചൂടാല്ലതാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് മിക്സിൻ്റെ ജാർക്ക് ഒഴിച്ചുമ്പോൾ ചൂടാറിയത് ഒഴിച്ചണം എന്നാണ് പറഞ്ഞു വരുന്നത്. കാര്യങ്ങളിലൊക്കെ കൈവിട്ടു പോകുന്നുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അരപ്പുകൾ കണ്ടില്ലേ? നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇനി നമുക്ക് എന്തരക്കണം ഇതിലേക്ക്? ഇനി ഒന്നും കൂടി അരക്കാനുണ്ട്. ഇങ്ങോട്ട് വരൂ. വരുവിൻ സഹോദരെ. നാളികേരം അരക്കണം. നാളികേരം പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? തേങ്ങ. ഞങ്ങളുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് പറയാം തേങ്ങ. ഈ തേങ്ങ കുറച്ച് ചിരകിയിട്ട് മിക്സിൻ്റെ ജാർക്കാണ്ട് ഇട്ടുകൊടുക്കുക. നമ്മൾ അരക്കാൻ പോവാണെന്ന്. മറ്റത് മിക്സി കൊള്ളാത്തോണ്ട് ഇനി ഇടാഞ്ഞത്. ഉപ്പിട്ടോളിട്ടോ, ഉപ്പിടാൻ മറക്കരുത്. മധുരത്തിൽ ഞാൻ ഉപ്പിടാണ്ടാന്ന് വിചാരിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഉപ്പിടണം, അത് നിങ്ങൾ മറക്കരുത്. അരച്ചീനി അരപ്പുണ്ടല്ലോ, ഇതിക്കട് കൗത്തി കൊടുക്കുക. തേങ്ങ നല്ലോണം അരച്ചിട്ട് കേട്ടോ. നമ്മൾ ഈ മാവും കൂട്ടിയിട്ട് നാളികേരം നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു മാവ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ക്ലാസ് പറന്ന് കണ്ട് കുറച്ച് ഐസും കട്ടിട്ട് കണ്ട് വലിച്ചാണ് കുടിച്ചാലോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അത്ര നല്ല ടേസ്റ്റുള്ളൊരു മാവാണ്. എന്താ താത്തങ്ങൾ പറയുന്നത്? പച്ചപ്പൊടി വാരി കലക്കി കുടിച്ചാൽ നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാക്കാനാണോ നിങ്ങൾ ഈ പണിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കലക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ കൈ അട്ടി കണ്ടിട്ട് ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കേനി. അപ്പോൾ അതാ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല ടേസ്റ്റാണ്. ഈ മധുരമുള്ള സാധനമല്ലേ? ഉപ്പും കൂടി ഇടുമ്പോൾ എന്താ ടേസ്റ്റ്. ഉപ്പിടാൻ മറക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഉപ്പിടാൻ മറക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഒരു 150 ആൾക്കാർക്ക് ഷെയർ ചെയ്താളി.
ഈ 150 ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല, ആൾക്കാർക്കൊരു മടി. ഏതായാലും 10-50 ആൾക്കാരാക്കുന്നു. ഏതായാലും 10-50 ആൾക്കാർക്കാട് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് വട്ടം നിക്കി പിടിച്ചാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിൽ എത്തുമോ ഇല്ലേന്ന് അറിയില്ല. ഞാനെന്നും വീഡിയോ നിങ്ങൾ കാണൂലേന്ന് നമുക്കറിയില്ല. ഞാൻ ഏതായാലും ചട്ടി വെച്ചിക്കണ്. ചട്ടിയിൽ എണ്ണ ഒഴിക്കണം. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേഗം ചുട്ടെടുത്തിട്ട് നമുക്ക് വേഗം എടുത്ത് തിന്നാന്ന്. താത്ത, നിങ്ങളെ വീഡിയോ നീണ്ടു വലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കുറച്ചൊന്ന് സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ട് താത്ത. അത് നടക്കൂല താത്ത. ഞങ്ങൾ എത്ര ടൈമാണ് ഞങ്ങൾ വേസ്റ്റ് ആക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വേസ്റ്റ് ആക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആര് പറഞ്ഞു എൻ്റെ കാര്യത്തിന് ഞങ്ങൾ നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കണത്? അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർച്ചയായും നിങ്ങളെ കാര്യത്തിന് തന്നെയാണ് നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ അല്ലറ ചില്ലറ വ്ളോഗുമായിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ അടിപൊളി നെയ്യപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ നെയ്യപ്പം എൻ്റെത് കത്തിക്കരിഞ്ഞ് കരിക്കട്ടായാലും രണ്ടാമത്തെ നെയ്യപ്പത്തിൽ നമ്മൾ വിജയം കൈവരിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരാജയത്തിൽ നിന്ന് വിജയം മുന്നേറിക്കൊണ്ട് ഇതാ നെയ്യപ്പം പൊങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരു ലൈക്ക് കൊടുക്കി, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിക്കി പിടിച്ച് വീഡിയോക്ക് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇതുപോലൊരു നല്ലൊരു നെയ്യപ്പം തയ്യാറാക്കിയെടുത്ത് നിങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ നെയ്യപ്പം. എന്താ നിങ്ങൾക്ക് പറയല്ലേ അഭിപ്രായം? എന്താ സൂപ്പർ ലെങ്കി പറയുന്ന നെയ്യപ്പവുമായി ഞാൻ ഇതാ വന്നിരിക്കുന്നു. ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. എൻ്റെ ചാനലിൻ്റെ എന്താ താത്ത നിങ്ങൾ പറയണത്? നിങ്ങൾ നെയ്യപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയുള്ള സൂപ്പറാണല്ലോ, അടിപൊളിയാണ്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ. ഏതായാലും നിങ്ങളെ നെയ്യപ്പൊക്കെ സൂപ്പറായ സ്ഥിതിക്ക് നിങ്ങളെ ചാനലിൻ്റെ പേരൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരീന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോക്ക് താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നെച്ചിയൻ വ്ളോഗ് എന്ന് കാണാൻ പറ്റും. NACHIYAN. ആ ചാനൽ നെച്ചിയൻ വ്ളോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ആ ചാനൽ വന്ന് ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങളെ ഫോണിൽ എത്തണമെന്നില്ല. എല്ലാ ദിവസവും എൻ്റെ വീഡിയോ വന്നിക്കണോ എന്ന് ചെക്ക് ചെയ്യണം പ്രിയപ്പെട്ടവരെ. 24 മണിക്കൂർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ താത്ത, ഞങ്ങൾക്ക് എന്താ വട്ടാണോ നിങ്ങളെ ചാനൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ? ഞങ്ങൾക്ക് വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട് നിങ്ങളെ ഒരു ചാനൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഓരോ റെസിപ്പികൾ കൊണ്ട് അമ്മാനമാടി പോകുന്നത്. നിങ്ങളുടെ വീട്ടിലെ ജോലി എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ റെസിപ്പിയുമായിട്ട്. ഞാൻ ഓവറാണ്ട് നിർത്തടി. ഞാൻ ഓവറാകുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയ സ്ഥിതിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിർത്തിപ്പോവുകയാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ പറയുന്നവർക്കും പറയാത്തവർക്കും എല്ലാവർക്കും മുന്നിൽ ഞാൻ ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ശക്തി എനിക്ക് പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ നെയ്യപ്പവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു നോക്കി. ഈ നെയ്യപ്പം കാണുന്ന പോലെയല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പടച്ചോൻ എൻ്റെ തൊണ്ടിയിലെ വെള്ളം വറ്റിക്കണം നിങ്ങളോട് വെച്ചിട്ട്. എന്താ താത്ത നിങ്ങൾ എന്തിനാ അങ്ങനെ സൗണ്ട് കൂട്ടിപ്പറയണത്? ഞങ്ങൾക്ക് അല്ലെങ്കിലും മനസ്സിലാവൂല താത്ത. നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ നിങ്ങൾ ഓവറാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കും അറിയാം ഞാൻ ഓവറാണ്, നല്ലോണം ഓവറാകുന്നുണ്ടെന്ന് എനിക്കറിയാം. യൂട്യൂബിൽ കുറേ കാലമായിക്കണേ, 2 വർഷം പോലും ആയി നമ്മളിതിങ്ങനെ തുടരുന്നു. സാധാരണ നിലക്ക് പോകുമ്പോൾ യൂട്യൂബ് എന്താണെന്നറിയില്ല, എൻ്റെ വീഡിയോ റെക്കമെൻഡിൽ വിടുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് തന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആകുമ്പോൾ എന്താകും? എൻ്റെ വീഡിയോ റെക്കമെൻഡിലെങ്ങാനും യൂട്യൂബിനെങ്ങാനും എടുത്തിടാൻ തോന്നിയല്ലോ. അതുകൊണ്ട് അവിടെ വന്നുകിടെ യൂട്യൂബിന് ഈ 2 വർഷം വരെ ഞാൻ യൂട്യൂബ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ കിടന്ന് കണ്ട് തൊണ്ടയിൽ ഒച്ചയിടുന്നത്. കാരണം തൊണ്ടയിൽ ഒച്ചയിടുന്നവർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സഹായം യൂട്യൂബ് ചെയ്യണുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കുമ്പോൾ ഓരോ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ഇട്ടോളൂ. ഒരു 150 ആൾക്കാർക്ക് ഷെയറിൻ്റെ ബട്ടൺ താഴത്തുണ്ടാവും. ആ 150 ആൾക്കാർക്ക് ഷെയർ ചെയ്താൽ ഇങ്ങൾക്കും സന്തോഷം, ഞമ്മക്കും സന്തോഷം. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ നെയ്യപ്പുണ്ടാക്കി ഞങ്ങളെ വീട്ടുകാർക്കും സന്തോഷം. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൊണ്ടയിൽ ഒച്ചിട്ട് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തിയാലോ. അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി അഥവാ നിങ്ങൾ നെയ്യപ്പങ്ങാനും ചുക്കി ചുളിഞ്ഞാണ്ട് പോകുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു അരക്കയിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നല്ലോണം പൊങ്ങി വരും കേട്ടോ. ചില മാവ് ശർക്കര ഏറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നാളികേരം ഏറിക്കഴിഞ്ഞാലോ ചിലപ്പോൾ മാവിനൊരു
ചുക്കി ചുളിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ 1 കിലോ 1/2 കിലോ മൈദ ഇട്ടാൽ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. നെയ്യപ്പം കണ്ട അമിക, നെയ്യപ്പം കണ്ട അമിക, എനിക്ക് കുളിച്ചിട്ട് ചായ പിടിച്ചാൽ പോരെ അമിക? കൈയൊക്കെ നല്ല കഴുകിയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വേഗം കുളിക്കാൻ കേട്ടോ. ഇജ്ജത്തിന് 4 എണ്ണൊക്കെ എടുത്ത് ഒന്ന് തിന്നു കഴിഞ്ഞോ? ഒന്ന് തിന്നോ? പിന്നെ ഒന്നുകൂടെ ഒന്ന് തിന്നൂലേ? എങ്ങനെയുണ്ട്? സൂപ്പർ പറയ്. ഇജ്ജ് ഒന്ന് തിന്ന് കാണിച്ചു കൊടുത്താ.